LDF യോഗം ചേരാനിരിക്കെ നിർണായക CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ചയാകും. പദവിയിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലാണ് ദേശീയ നേതൃത്വം. ഉപനേതൃ പദവി നൽകിയില്ല എങ്കിൽ സഭയിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് പോകണമെന്നുള്ളത് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഗോപാൽ ശീലാസനൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഗോപാൽ, അപ്പോൾ ഈ വലിയ ഒരു തോൽവി ഇടതുമുന്നണി ഏറ്റുവാങ്ങി, പക്ഷേ തോൽവി വിലയിരുത്താൻ പോലും LDFിലെ എല്ലാ കക്ഷികൾക്കും ഒരുമിച്ചിരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതും ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കമാണ്. പരസ്യമായി തന്നെ പിണറായി വിജയൻ തൊട്ട് ഇവിടെ CPIയുടെ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇരു കൂട്ടർക്കും പിന്നിലേക്ക് പോകാൻ കഴിയില്ല. ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ രണ്ട് പാർട്ടികൾക്ക് ഉണ്ട് താനും. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകാൻ? അത് തന്നെയാണ് ഷിഹാസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്ര കനത്തൊരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടും അതൊന്ന് വിശകലനം ചെയ്യാനോ അതിൽ ചർച്ച ചെയ്യാനോ ഉള്ള സാവകാശം പോലും ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലം ഇടതുമുന്നണിക്കോ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾക്കോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശാലമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം 17-ാം തീയതി LDF യോഗം ചേരാനിരിക്കെയാണ് ഇന്ന് നിർണായകമായ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായി LDF യോഗത്തിൽ എടുക്കേണ്ട നിലപാടുകൾ, ഉയർത്തേണ്ട ചർച്ചകൾ, പറയപ്പെടേണ്ട അഭിപ്രായങ്ങൾ എന്നിവയായിരിക്കും ചർച്ചയാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആദ്യ പരിഗണന പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന വിഷയത്തിന് തന്നെയായിരിക്കും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാനും അത് കിട്ടുന്നത് വരെ അതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാനുമുള്ള തീരുമാനം തന്നെയാണ് നിലവിൽ CPI കൈക്കൊള്ളുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുത്തുള്ള ഒരു സമരസപ്പെടലിനും ഒരു സമവായത്തിനും താല്പര്യമില്ല എന്ന് CPI സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് വേണ്ട പിന്തുണയും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 17-ാം തീയതി ചേരുന്ന LDF യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയിരിക്കണം എന്ന നിലപാട് സ്വീകരിക്കാൻ തന്നെയായിരിക്കും ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ പ്രധാനമായും അജണ്ട മുന്നിൽ വെക്കുക. അതുകൂടാതെ ഈ വിഷയത്തിൽ CPM ഉയർത്തുന്ന പ്രതിരോധങ്ങളെ എങ്ങനെ ചെറുക്കണം, തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏത് തരത്തിൽ CPI ഈ LDF യോഗത്തിൽ ഉയർത്തണം, അതിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന കാര്യമൊക്കെ ചർച്ചയാകും. കാരണം ചാത്തന്നൂർ പോലെയുള്ള CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ NDA വിജയിച്ചതടക്കമുള്ള കാര്യങ്ങൾ CPIക്ക് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ LDF യോഗത്തിൽ മറ്റു കാര്യങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകളും ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. അതേപോലെ തന്നെയാണ് മറുവശത്ത് CPM ഉയർത്തുന്ന പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിൽ പറയാതെയോ പറഞ്ഞിട്ടോ ഇതിനോടകം തന്നെ പല നേതാക്കളും നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം CPM ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടു നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം തന്നെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. CPMന് അതിൻ്റെതായിട്ടുള്ള ദേശീയ നേതൃത്വത്തിൽ നിന്ന് പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ്, നിലപാട് രൂപീകരണത്തിൻ്റെതാണ്. അടുത്ത LDF യോഗത്തിൽ എന്ത് സമീപനം, എന്ത് നയം സ്വീകരിക്കണം എന്ന ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്ന യോഗം കൂടിയാണ് ഷിഹാസ്. ശ്രുതി. ശരി ഗോപാൽ.